ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 18/6/2025 ബുധനാഴ്ച 24,798 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 24,703 എന്ന ലെവലിലാണ്. കൃത്യമായും പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു 130 പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമാണ് നിഫ്റ്റി ഇന്ന് തന്നത്. അതിനകത്ത് ഭൂരിഭാഗം സമയവും നല്ല കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു. ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ പതിവ് പോലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് 1 മിനിറ്റിൽ ഒരു ഡിക്ലൈൻ ആണ് തന്നത്. എന്നാൽ വീണ്ടും വന്ന ഒരു 1 മിനിറ്റ് അത് പുതിയ ഉയരം രേഖപ്പെടുത്താതെ ഡൗൺ സൈഡിലേക്ക് തന്നെ പോകുന്നു എന്ന് ബോധ്യമായ ഏതൊരാൾക്കും അപ്പോൾ തന്നെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാവുന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവലാണ്. കൃത്യമായും അത്തരത്തിലുള്ള ഒരു ട്രേഡ് നടന്നിട്ടുണ്ട്, പ്രോഫിറ്റ് എടുക്കാൻ കഴിയുന്നതായിരുന്നു. എന്നാൽ ഇതൊരു മൈനർ സപ്പോർട്ടാണ്. ഇതിന് താഴെ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും കിട്ടുന്ന അപ്പ് മൂവ് അത്തരത്തിൽ പ്രതീക്ഷിച്ചു നിന്നവർ ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിൽ പ്രൈസ് അപ്പ് മൂവ് ചെയ്യും എന്ന് ഫീൽ ചെയ്ത ഏതൊരാൾക്കും പെട്ടെന്ന് തന്നെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാനും സാധിക്കുന്നതായിരുന്നു. അത്തരത്തിൽ ചെയ്ത ഏതൊരാൾക്കും പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ നമ്മുടെ പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയത് ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തുകൊണ്ട് അത് റെസിസ്റ്റൻസ് ആയി വന്നേക്കാം എന്ന് കരുതുന്നവർക്ക് ആ ലെവലിലും ടാർഗറ്റായി കരുതാവുന്നതാണ്. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ ഒന്ന് അമാന്തിച്ചെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്ത് ആദ്യത്തെ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് പ്രൈസ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്നും രണ്ടാമതൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം എന്ന് കരുതിയവർക്ക് ഒരുപക്ഷെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കിട്ടിയിട്ടുണ്ടാവാം. ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടുമുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കിട്ടിയിട്ടുണ്ടാവാം. എന്നാൽ ഈ ഡേയ്സ് ഹൈ ഹിറ്റ് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞ പെട്ടെന്ന് തന്നെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് അത്തരത്തിൽ ഒന്നുകിൽ ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് ആയാണ് നമ്മൾ മാർക്കറ്റിൽ തുടരേണ്ടത്. നമ്മൾ ബൈയിങ് മോഡിലാവാം അല്ലെങ്കിൽ സെല്ലിംഗ് മോഡിലാവാം. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നവരോ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നവരോ ആയിട്ട് അത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പിൽ നിന്ന് ഏതൊരാൾക്കും ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനും ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ടാകണം. അങ്ങനെയെങ്കിൽ തുടർന്ന് നമ്മൾ മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റ് ലെവലിലേക്കാണ് പോവേണ്ടത്. എന്നാൽ അത്ര തന്നെ ഉയരം തരാതെ പ്രൈസ് അവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണ് ചെയ്തത്. എന്നാൽ ആദ്യത്തെ ചാൻസ് മിസ് ചെയ്ത കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിൽ മിസ് ചെയ്തവർ വീണ്ടും എൻട്രി എടുത്തെങ്കിലും അതുവരെ രേഖപ്പെടുത്തിയ ഉയരത്തിലോട്ട് പോവാതെ പ്രൈസ് ഡിക്ലൈൻ ആവുകയായിരുന്നു. ഈ ഏരിയയിൽ നിന്നും പ്രൈസ് മൂവ് ചെയ്യുന്നില്ല എന്ന് കണ്ട് കോൾ ഓപ്ഷൻ ടാർഗറ്റ് ബുക്ക് ചെയ്ത് മാറുകയോ ചെറിയ പ്രോഫിറ്റ് മാറുകയോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയോ അവർക്ക് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ തലങ്ങും വിലങ്ങും ഇന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കിട്ടിയിട്ടുണ്ടാകാം. എന്നാൽ ഈ തരത്തിലൊരു മൂവ് വന്നതിന് ശേഷം പിന്നീട് സെല്ലിംഗ് മൂഡിലോട്ട് പ്രൈസ് മാറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതായിരുന്നു. അത്തരത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് ക്യാൻഡിൽ പാറ്റേണും റീഡ് ചെയ്യാൻ കഴിയുന്നവർക്ക് കൃത്യമായും എൻട്രികൾ എടുത്ത് ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി പേർ നല്ല ക്വാണ്ടിറ്റി ഈ കൺസോൾട്ടേഷൻ സമയത്ത് ചെറിയ സ്റ്റോപ്പ് ലോസുകളിൽ നിന്നുകൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരവസരമാണ്. അത് ഒരു വീക്ക്ലി ക്ലോസിംഗ് ഡേയിലാകുമ്പോൾ പ്രീമിയം വളരെ കുറവായിരിക്കുന്നത് കൊണ്ട് തന്നെ ATM ഓപ്ഷൻസ് അല്ലെങ്കിൽ ജസ്റ്റ് എബോവ് ആയിട്ടുള്ള ഓപ്ഷൻസ് വാങ്ങാൻ കഴിയുന്നതാണ്. അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് കൃത്യമായും പ്രൈസിന്റെ മൂവിനനുസരിച്ച് എൻട്രികൾ എടുത്താൽ പ്രോഫിറ്റുകൾ ലഭിക്കുന്നതാണ്. അത്തരത്തിൽ പലരും ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ടിൽ നിന്നും പലവട്ടം ശ്രമിച്ചെങ്കിലും ഈ ഏരിയയിൽ കൂടുതൽ നേരം നിന്ന് ഒന്ന് ജെർക്ക് ചെയ്ത് പ്രൈസ് അപ്പോഴ് സഞ്ചരിച്ചിരുന്നു. ഈ ട്രേഡും എടുത്തവരുണ്ട്. എന്നാൽ പുതിയ ഉയരം രേഖപ്പെടുത്താതെ അവിടുന്ന് വീണ്ടും സെല്ലാകുമ്പോൾ സപ്പോർട്ടിലേക്ക് ട്രേഡ് എടുത്തു, അതിനുശേഷം വീണ്ടും ഡിക്ലൈൻ കണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്തവരുമുണ്ട്. എന്നാൽ ചുരുക്കത്തിൽ ഇന്നത്തെ ദിവസം ഒരു ബോറിംഗ് ഡേ ആയിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഒരു ട്രെൻഡ് ഇല്ല. രാവിലെ നൽകിയ മൂവ്മെന്റിനിടയിൽ മാത്രമായി പ്രൈസ് ചുരുങ്ങുന്നു, ഒരു ഡയറക്ഷൻ ഇല്ലാതെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും ട്രേഡിൽ നിന്നും വളരെ വേഗം തന്നെ കൺസോൾട്ടേഷൻ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പലരും ട്രേഡിൽ നിന്ന് പിന്മാറി നിന്നുണ്ടാവണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ട്രേഡ് ചെയ്തവർ പലരും എനിക്ക് തന്ന PRകൾ പ്രോഫിറ്റിൻ്റെതായിരുന്നു. അതിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത PRകളുമുണ്ട്. എങ്കിലും അവയെ ഓവർകം ചെയ്ത് പ്രോഫിറ്റിലോട്ട് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ലഭിച്ച ട്രേഡിംഗ് അവസരങ്ങൾ. അപ്പോൾ ഇന്നത്തെ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് പരിശോധിക്കാം.
24,744 എന്ന ഇന്നത്തെ ക്ലോസിംഗ് ലെവൽ തന്നെയാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 24,702 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പർ സൈഡിലേക്ക് 24,819, 868, 907 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 24,819 എന്ന് പറയുന്ന മൈനർ റെസിസ്റ്റൻസ് ആണ്. ഓർക്കണം, ഇത് റെസിസ്റ്റൻസ് ലെവലാണ് ഞാൻ മുകളിൽ രേഖപ്പെടുത്തുന്ന ആദ്യമേ കിട്ടാവുന്ന മൈനർ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഒരു ടാർഗറ്റിന് വേണ്ടി ട്രേഡ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് അത് തന്നെ കിട്ടിയേക്കാമെങ്കിലും ചില സന്ദർഭങ്ങളിൽ അത് കിട്ടിയേക്കാം. എന്നാൽ ഓൾമോസ്റ്റ് ആ ഏരിയയിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ പ്രോഫിറ്റ് ഒന്നുകിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കവർ ചെയ്ത് റീ എൻറ്റർ ചെയ്യാനോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 24,819 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് വീണ്ടും ക്ലോസ് ആകുന്നു, 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ എന്ന ലെവലിൽ ക്ലോസ് ആകുന്നു എന്ന് പറഞ്ഞാൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ. ഇതെല്ലാം ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് കൃത്യമായി കണ്ട് പെട്ടെന്ന് തന്നെ ക്വിക്ക് ഡിസിഷനും ക്വിക്ക് എക്സിക്യൂഷനുമായിരിക്കണം. അതൊരു പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്, അതൊരു സ്കില്ലുമാണ്. കാര്യം അറിഞ്ഞിരിക്കുക, അതിനുശേഷം അതിനെ പ്രാക്ടീസ് ചെയ്യുക. അത് പതിയെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കാണ്ട് തന്നെ കാണുമ്പോൾ തന്നെ നമുക്കത് ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് രൂപപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 24,702 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. 55,497 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടു താഴെയായി 55,376 എന്ന ലെവലിൽ മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പർ സൈഡിലേക്ക് 55,676, 753, 816, 893 എന്നിങ്ങനെയുള്ള റെസിസ്റ്റൻസുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 55,676 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. ആ തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 55,376 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ട് തന്നെയാണ്. ആ ലെവലിന് താഴെ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ പ്രൈസ് അതിന് താഴോട്ട് വീണ്ടും ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ ഗ്രാജുവലി പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നേക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ സപ്പോർട്ടുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളവ. 81,240 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 81,094 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു.
അപ്പർ സൈഡിലേക്ക് 81,484, 625, 724, 710 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ടാഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 81,484 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ ഓൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ തുടർന്ന് പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കുന്ന ടാർഗറ്റ് 81,094 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസിംഗ് ആണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ ഈ ലെവൽ 80,871 എന്ന ലെവലിന് താഴെ പ്രൈസ് ക്ലോസ് ആകാൻ ചാൻസ് ഉണ്ട്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ തീർച്ചയായും പ്രൈസ് അല്പം കൂടി വീക്ക് ആയേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ സപ്പോർട്ടുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 80,576 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി നിലകൊണ്ടേക്കാം. ഈ ലെവലുകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഒരു അപ്വേർഡ് മൂവ്മെന്റ് നൽകാൻ പ്രാപ്തമായ ലെവലുകളാണ്. അതുകൊണ്ട് ഇവിടെ ട്രേഡ് ചെയ്യുമ്പോൾ തീർച്ചയായും പുട്ട് ഓപ്ഷനാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ പ്രോഫിറ്റ് അപ്പോൾ ബുക്ക് ചെയ്യാനോ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുത്ത് കവർ ചെയ്ത് നിർത്താനോ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധാരണയായി നമ്മൾ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഡിസ്ക്ലൈമർ, നിങ്ങൾക്കറിയാം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല എന്ന്. ഇത് എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണ്. പഠനാർത്ഥം നമ്മുടെ ചാനലിൻ്റെ വ്യൂവേഴ്സിനും പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം, റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ നിങ്ങളുടെ പരിശോധനയിൽ നമ്മുടെ ട്രേഡിംഗ് പ്ലാനും ലെവലുകളും പ്രയോജനകരമാണ് എന്നാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനൊപ്പം ലൈക്ക് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ പതിവ് പോലെ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ നമ്പറും ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് ദയവായി വാട്സാപ്പ് വോയിസ് മെസ്സേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും അവ കൃത്യമായി തിരിച്ചറിയാനും ലാഭകരമായി ട്രേഡ് ചെയ്യാനും സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.